സർ, ശശി തരൂരാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കോൺഗ്രസിൽ നിന്ന് ആർക്ക് ഒരു മൈലേജ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും പറയാം ശശി തരൂരിൻ്റെ പേരാണതിൽ. മറ്റുള്ള എല്ലാ നേതാക്കളും സൈഡായപ്പോഴും തരൂറാണ് അവിടെ മുന്നിട്ട് നിന്നത്. അതിലെല്ലാം കാരണം കേന്ദ്രത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ രാജ്യത്തെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് മറ്റൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് പറയാം. എങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവഗണിക്കുന്നു. എം പിമാരുടെ ലിസ്റ്റിലൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു അയക്കേണ്ടത്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വന്നു നിൽക്കെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകുമോ? ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കുത്തേൽക്കുമ്പോൾ ലക്ഷ്യം തേടി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നതിനേക്കാൾ കോൺഗ്രസ് തരൂരിനെ ബി ജെ പിക്കാരനാക്കുമോ എന്നുള്ളതാണ് ശരിയെന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസിൻ്റെ കുറേ നാളത്തെ പ്രവർത്തികൾ ഇപ്പോഴല്ല, അത് വളരെ മുമ്പേ തുടങ്ങിയതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തരൂർ പ്രതീക്ഷിച്ചത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാകുമെന്നാണ്. ബംഗാളിൽ നിന്നുള്ള അധിരഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞൊരു വിദ്വാനായിരുന്നു ആ സ്ഥാനത്തിരുന്നത്. അദ്ദേഹം കാട്ടിക്കൂട്ടിയ വിവരദോഷങ്ങളും അതുകൊണ്ടുണ്ടായ പാർട്ടിക്കുണ്ടായ നാണക്കേടൊന്നും ചില്ലറയല്ല. അദ്ദേഹം എന്തു പറയുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. പാർലമെൻറ്റിൽ പലപ്പോഴും ഏത് കാര്യവും ആധികാരികമായിട്ടെന്ന് തോന്നുന്ന വിധത്തിൽ വളരെ വെപ്രാളത്തോടു കൂടി പറഞ്ഞ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ മുഖ്യ ശത്രുവായിട്ട് വന്നു. അങ്ങനെയാണ് മമതാ ബാനർജി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ പൊട്ടിച്ചത്. അപ്പോൾ അതിന് പകരം അന്ന് ശശി തരൂരിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഒരു നല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദവും ഒരുപക്ഷെ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള കുറേ ഗവൺമെൻറ്റിനെ നേരിടുന്ന രീതിയുമൊക്കെ കോൺഗ്രസ്സിന് വരികയും കോൺഗ്രസ്സിന് സാധാരണക്കാരിലും ഇടത്തരക്കാരിലും ഒരു പ്രീതി ലഭിക്കാൻ ചാൻസ് ഉണ്ടാവരുത്. അത് കളഞ്ഞു. അത് അദ്ദേഹത്തിന് തഴഞ്ഞുകൊണ്ട് കളഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് പിന്നെ അദ്ദേഹം പുതിയൊരടവെടുത്തു. എനിക്ക് AICC പ്രസിഡൻ്റ് ആകാനായിട്ടുള്ള ഒരു മോഹം. അപ്പോൾ എല്ലാവരും ചിരിച്ച് കളഞ്ഞ് ഇങ്ങനെ 4 വോട്ട് കിട്ടുമോ 5 വോട്ട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസ്സുകാരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പിന്നെ ഇപ്പം മല്ലികാർജ്ജുന ഖാർഗെയുടെ അടുത്തൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഒരു കൺസിഡറബിൾ വോട്ട് പിടിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരെ വെട്ടിലാക്കി. അന്ന് മുതൽ ഇദ്ദേഹത്തിനെ തഴയണോ ഉൾക്കൊള്ളണോ എന്ന രീതിയിൽ കോൺഗ്രസ് നിൽക്കുകയായിരുന്നു. തഴഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അപ്പോഴും അദ്ദേഹം വിചാരിച്ചു തനിക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട റോള് കിട്ടും, കേരളത്തിലെ അഴകുഴമ്പനായി നിൽക്കുന്ന ഈ UDF മുന്നണിയെയും കോൺഗ്രസിനെയും ഒക്കെ ഒന്ന് ഉഷാറാക്കാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടും. അങ്ങനെ കേരളത്തിൽ വന്ന് ഒരു KPC പ്രസിഡൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം, ഇപ്പം പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഇവിടുത്തെ യുവാക്കളുടെയും ഒക്കെ ഒരു ചുമതല എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചാർജ് ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. അതും കോൺഗ്രസ് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് ഒരു ചാൻസ് വന്ന് കിട്ടിയത്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വഴി നടന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ തട്ടിവിട്ടുകൊണ്ട് വീണ്ടും ഒരു എയറിൽ വരാനുള്ള ഒരു ചാൻസ് അത് അദ്ദേഹം ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അത് അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് BJPക്കാരുടെ ഇടയിൽ ഒരു താല്പര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഇച്ചിരി മോദി സ്തുതിയും മോദി സർക്കാർ ചെയ്ത കാര്യങ്ങളും ഒക്കെ കൂടെ അദ്ദേഹം ദേശീയതയിൽ ഊന്നി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ BJPക്കാർക്ക് അല്പം താല്പര്യം വന്നു. ആ താല്പര്യത്തിലാണ് ഇപ്പോൾ നിന്ന് അദ്ദേഹം പയറ്റുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യം തരൂറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശാപമേൽക്കേണ്ടി വന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തനം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ത്യ ഹൃദയഭൂമിയിലൊക്കെ തന്നെ അവിടെയൊക്കെ നിന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്ഥാനം കിട്ടുമെന്ന് തോന്നുന്നില്ലേ? മാത്രമല്ല തരൂരിന് ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത്രയും വലിയ നമുക്ക് സമ്മർദ്ദമേറിയ ഒരു രാഷ്ട്രീയം എന്ന് പറയാം കേരളത്തിലെ ഒരു പൊളിറ്റിക്സ്. ഇവിടെ നിന്ന് ഉദിച്ചു വരാൻ കുറച്ച് പാടാണ്. എന്നിട്ട് പോലും ശശി തരൂർ കഴിഞ്ഞ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു ആളെ കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിച്ച് അതിൽ വിജയിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് അധ്യക്ഷനാകാൻ പറ്റിയില്ലെങ്കിൽ പോലും ചരിത്രപരമായ ഒരു തീരുമാനം കൊണ്ടുവരാനും കോൺഗ്രസിനെ തിരുത്താനും അതിൽ ശശി തരൂരിന് സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളിവിടെ പറയേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്സ് ആണോ ശശി തരൂരിനെ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഒരു സ്മൂത്ത് എൻട്രി അദ്ദേഹത്തിന് ഒരു വിശ്വാസം കാണില്ലേ? കോൺഗ്രസിനോടൊപ്പം തന്നെ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ തനിക്ക് പേരും നേടണമെന്നൊരു ആഗ്രഹം കാണില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഒരു ചെറിയ പ്രോത്സാഹനം കോൺഗ്രസ് കൊടുത്തതാണ് പാർലമെൻ്ററി കാര്യ സമിതി വിദേശകാര്യത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് കൊടുത്തു. അതായത് വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനായിട്ട് ഒരവസരം ഉണ്ടായപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേരാണ് കോൺഗ്രസ് നൽകിയത്. അപ്പോൾ ആ സ്ഥാനം കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇടപെടുകയും ഭാരതത്തിൻ്റെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറയുകയും ഒരു ദേശീയത എന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും BJP ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് പറയുകയൊക്കെ ചെയ്തു. ഇത് കൂടുതൽ അദ്ദേഹത്തിനെ വെട്ടിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് എല്ലാത്തിലും വലിയ മോഹം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു. ഒരു കാലത്ത് മുസ്ലിം ലീഗ് അതിന് വലിയ പിന്തുണയും നൽകി. പക്ഷെ അദ്ദേഹത്തിന് പറ്റിപ്പോയത് കോഴിക്കോട് ചെന്ന് ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണെന്നുള്ള മറ്റുള്ളൊരു പ്രസംഗം നടത്തിയതുകൊണ്ട് ലീഗിൻ്റെ ഇപ്പോഴത്തെ ചില ആൾക്കാരും ലീഗിനെ പുറത്തു നിന്നും അകത്തു നിന്നുമൊക്കെ പിന്തുണയ്ക്കുന്ന ചില തീവ്ര സ്വഭാവമുള്ള ആൾക്കാരും കൂടെ ചേർന്ന് തരൂരിനെ ഇനി അങ്ങനെ എൻ്റർടൈൻ ചെയ്യേണ്ടെന്നൊരു തീരുമാനം എടുത്തതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ പഴയ പോലെ പാണക്കാട് അത്ര സ്വീകാര്യനായിട്ട് നിൽക്കുന്നില്ല. എങ്കിലും അവർ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു നേതാവാകുന്നതിന് മുസ്ലിം ലീഗിൻ്റെയും പാണക്കാട് കുടുംബത്തിൻ്റെയും ഒരു സമ്മതം അത്യാവശ്യമാണ്. അങ്ങനെ നിൽക്കവേ തന്നെ അദ്ദേഹത്തിന് തനിക്ക് ഇവിടുത്തെ യുവാക്കൾക്കിടയിലും മറ്റ് ഇടത്തരം ജനവിഭാഗങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താം എന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതിപക്ഷ നേതാവാകാൻ പറ്റില്ല, പിന്നെ ഇപ്പോൾ കോൺഗ്രസിന് ഭരണവും കിട്ടില്ല, പിന്നെ എനിക്ക് ചാൻസ് ഉള്ളത് ഇവിടുത്തെ ഒരു CM പദവിയിലേക്ക് അടുത്ത തവണ വരുന്നതിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു നോട്ടമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അതും ഇവിടെ ഉള്ളവർ അതിന് സമ്മതിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് ഇങ്ങനെ ഒരു വേണോ വേണ്ടയോ എന്നുള്ള മട്ടിൽ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ കേരളം മൊത്തം പറയുന്നത് നമ്മളിവിടെ അതിനകത്ത് തന്നെ ഒരു ലഘൂകരിച്ച് തിരുവനന്തപുരം മാത്രമായിട്ട് പറയാം. തിരുവനന്തപുരത്ത് തന്നെ ശശി തരൂർ എന്ന ഒരാൾ, അതായത് ഏറ്റവും കൂടുതൽ BJP ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു പ്രദേശത്ത്, സ്വാധീനമുള്ളൊരു സ്ഥലത്ത് ശശി തരൂരിനെ പോലൊരാൾ തോൽക്കാതെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും ഇത്തരത്തിലുള്ള വോട്ടുകൾ, പലതരത്തിലുള്ള വോട്ടുകൾ വരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് അവിടെയും ശശി തരൂരിന് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും, എല്ലാ വിഭാഗം, ഇപ്പോൾ ലീഗായാലും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കേരളത്തിന് ശബ്ദമായി മാറാൻ സാധിക്കില്ല? അതെന്തുകൊണ്ട് കോൺഗ്രസിന് തന്നെ അത് മനസ്സിലാകുന്നില്ല എന്നൊരു ചോദ്യം. കോൺഗ്രസിന് ഇവിടെ ഇപ്പോൾ ഫോർവേഡായിട്ട് തന്നെ 4-5 നേതാക്കൾ CM പോസ്റ്റിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരാണ് DCC ഓഫീസിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അത് അല്ലെ പത്രസമ്മേളനത്തിന് മൈക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ താനെടുത്തോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്ന അവസ്ഥ. അപ്പം ഇങ്ങനെ 4-5 CMമാർ ഇവിടെ കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് ശശി തരൂരിന് ഇവിടെ വലിയ റോള് കിട്ടാതെ പോയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിന് പോലൊരാളിനെ മുൻനിർത്തി UDF ഒറ്റക്കെട്ടായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ജനം ഒരുപാട് മടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഡേർട്ടി പൊളിറ്റിക്സ് കുറേ മടുത്തിരിക്കുകയാണ് ആളുകൾ. ഗുണ്ടായിസവും അടിയും ബഹളവും പിന്നെ ധൂർത്തും ഒക്കെ കളഞ്ഞ് നല്ലൊരു ഒരു പിന്നെ ടെക്നോക്രാറ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ രീതിയിൽ വശീകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ധനകാര്യം, നമ്മുടെ ആഭ്യന്തരം, നമ്മുടെ പ്ലാനിങ്, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഈ രംഗത്തൊക്കെ ഒരു മാറ്റം, ഒരു ഉണർവ് വരുത്തി നമ്മുടെ യുവാക്കൾക്ക് കൂടി ഗുണകരമാകുന്ന വിധത്തിൽ ഒരു സംവിധാനം സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ യുവാക്കളും മറ്റ് ജനവിഭാഗവും അംഗീകരിച്ചു കൂടായികയില്ല തരൂരിനെ. പക്ഷേ അത് കോൺഗ്രസ് അത് എന്തായാലും ആ വാതിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പം അത് കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അടുത്തൊരു സ്കോപ്പായിട്ട് കുറച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിശയോക്തിയൊക്കെ തോന്നുന്നതിൽ പോലും ഇനി നടക്കാൻ ഭാവി നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായുണ്ട് ശശി തരൂർ ഉടൻ തന്നെ ഇനി BJPയിലേക്ക് പോകുന്നു എന്ന് വയ്ക്കുക. BJPയിൽ പോകുന്നു മാത്രമല്ല കേരളത്തിൽ
പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി BJP ശശി തരൂരിൽ ഏൽപ്പിക്കുന്നു. അതായത് അപ്പം ശശി തരൂരിനൊപ്പം BJP വളർന്നാൽ അത് എത്രത്തിൽ സ്വീകാര്യം? അതുപോലെ തന്നെ ആദ്യ BJP മുഖ്യമന്ത്രി എന്നൊരു രീതിയിൽ ശശി തരൂർ വന്നാൽ നമ്മൾ അത്ഭുതപ്പെടാനുണ്ടോ? അതിന് പിന്നെ ഒരു ചിന്ത BJP-ക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ആഗ്രഹം BJP-യിൽ അത്തരത്തിലൊരു ആഗ്രഹമുണ്ട്. BJP അത് ശശി തരൂർ എങ്ങനെ നിന്നു കൊടുക്കും, അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത ചാടിപ്പോയി അതിലേക്ക് പിടിക്കില്ല. ശശി തരൂരിനെ ആരെങ്കിലും തള്ളിയിട്ടാൽ തീർച്ചയായിട്ടും ശശി തരൂർ ആ വഴിക്ക് അങ്ങ് പോയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ BJP-ക്ക് ശശി തരൂരിനെ കിട്ടുകയാണെങ്കിൽ അടുത്ത നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അസംതൃപ്തരായി നിൽക്കുന്ന കുറേ കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് ഒരുപക്ഷെ ഒരു ചെറിയ കോൺഗ്രസ് തന്നെ താൽക്കാലികമായിട്ട് തരൂരിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചുകൂടായില്ല. ഒരു ഡിക്ക്, പഴയ ഡിക്ക് പോലെ, കരുണാകരൻ്റെ ഡിക്ക് പോലെ ഒരു തരൂർ ഡിക്ക് കേരളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ BJP-ക്ക് ആ ഡിക്കും BJP-യും പിന്നെ കേരള കോൺഗ്രസിനെ കൂടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു കത്തോലിക്ക കോൺഗ്രസും കൂടെ വന്ന് ഇതിനകത്ത് ചേരുകയാണെങ്കിൽ അവിടെ ഒരു സാധ്യത കൂടുതലാണ്. ഇന്നത്തെ BJP-യുടെ നിലനിൽപ്പിനേക്കാൾ ഭയങ്കരമായിരിക്കും അത്. കാരണം കോൺഗ്രസിൻ്റെ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഒരു ഭാഗം ആൾക്കാരെ കിട്ടുകയും അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്ത് ശ്രീ ശശി തരൂർ വരികയും അങ്ങനെ ഒരു കോൺഗ്രസ് ഇവിടെ രൂപപ്പെടുകയും BJP-യുടെ കൂടെ ചേരുകയും ഒന്നുകിൽ കേരള കോൺഗ്രസോ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക കോൺഗ്രസോ കൂടെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുന്നണികൾ തമ്മിലൊക്കെ ചില അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അങ്ങനെ ഒരു നറുക്ക് വീണവിടാകില്ല. മാത്രമല്ല കഴിഞ്ഞ സഭയിലെ ഇലക്ഷനിലെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ കോംബോ ആയിരുന്നു തിരുവനന്തപുരത്ത് ഹൈലൈറ്റ് ആയിരുന്നത്. അവരുടെ കീഴിൽ ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ കേരളത്തിൽ അതൊരു രസകരമായിട്ടൊരു കാര്യമായിരിക്കും. രസകരം എന്ന് മാത്രമല്ല, ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം അതിന് മാനം വളരെയധികം വർദ്ധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ രാഷ്ട്രീയം, അതും സങ്കുചിത കക്ഷി രാഷ്ട്രീയം, വെറും പിന്നെ മൂന്നാംകിടയായി പോകുന്ന ആശയങ്ങളുള്ള നേതാക്കളെ കൊണ്ട് മടുത്തിരിക്കുകയാണ് ജനം. അപ്പോൾ രണ്ട് പ്രഗത്ഭരായ, അതായത് ലോകത്തെ വലിയ മാറ്റങ്ങൾ കണ്ട രണ്ട് നേതാക്കളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും. അവർ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിന്ന് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കിയാൽ ആ മുന്നണിയെ നയിച്ചുകൊണ്ട് വരുമ്പം ജനങ്ങൾ കുറേ മാറി ചിന്തിച്ചുകൂടാകില്ല. വെറും പിന്നെ ഏഴാംകിട രാഷ്ട്രീയത്തിൽ നിന്നൊരു മാറ്റം അവരുണ്ടാക്കുകയും നല്ല കുറേ സ്ഥാനാർത്ഥികളെ അവർക്ക് നിർത്താൻ കഴിയുകയൊക്കെ ചെയ്താൽ, അവർ രണ്ടുപേരും മാത്രം പോരാ, കുറച്ച് സ്റ്റാൻഡേർഡുള്ള കുറച്ച് സ്ഥാനാർത്ഥികളെയൊക്കെ അവർക്ക് നിർത്താൻ കഴിഞ്ഞാൽ, കുറച്ച് നല്ല യുവാക്കളെയും മറ്റ് അതുപോലെ തന്നെ ആശയസമ്പുഷ്ടിയുള്ള കുറച്ച് സ്വദേശത്തോ വിദേശത്തോ ഉള്ള ഇന്ത്യൻ കേരള പിന്നെ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുന്ന ടെക്നോക്രാറ്റുകളെയോ അതുപോലെ തന്നെ ലോകത്ത് പലയിടത്തും മാർക്കറ്റിംഗ് അതുപോലെ തന്നെയുള്ള CEO-മാരായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പ്രഗത്ഭന്മാരുണ്ട്. അവരെയൊക്കെ കുറച്ച് പേരെ കൂടെ കൊണ്ടുവന്ന് കേരളത്തിനൊരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. കേരളം തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്, സാമ്പത്തികമായി നമ്മൾ തകർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ കളിയിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളത്തിന് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിലെ ഒന്നാമത്തെ സാധനം ടൂറിസമാണ്. ആ ടൂറിസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള, സിൻസിയറായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം. ഇപ്പോഴത്തെ ടൂറിസം എന്ന് പറയുന്നത് കമ്മീഷൻ ടൂറിസമാണ്. ഏത് ചെയ്താലും അതിൻ്റെ 50% വരെ കമ്മീഷൻ പോകുന്നെന്നാണ് പരാതി പറയുന്നത്. അപ്പോൾ ആ വിധത്തിലല്ലാതെ പാർട്ടികൾക്ക് കമ്മീഷൻ അടിക്കാനല്ലാതെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ നോക്കിക്കൊണ്ട് ടൂറിസം പരീക്ഷിച്ചാൽ പോലും കേരളത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. കാരണം കശ്മീരിനേക്കാൾ അല്ലെങ്കിൽ കാശ്മീരിനെ പോലെയാണ് കേരളം. പലരും ചോദിക്കാറുണ്ട്, കാശ്മീരാണോ കേരളമാണോ നല്ലതെന്ന് ചോദിച്ചാൽ പല വിദേശികളും കേരളമാണ് നല്ലതെന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. കാരണം ഇവിടുത്തെ ആ ഒരു ഡൈനാമിക് അറ്റ്മോസ്ഫിയർ പ്രത്യേകതയാണ്, വിദേശികളെ ആകർഷിക്കാൻ പറ്റിയതാണ്. നമുക്കറിയാം 2 ലക്ഷം കോടി രൂപയായിരുന്നു ഈ കഴിഞ്ഞ തവണ ഈ വരുന്ന തവണ കാശ്മീരിൽ അവർ ടൂറിസം വഴി നേടാൻ ഒമർ അബ്ദുള്ള പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിൻ്റെ ഇന്നത്തെ കടം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിയാണ്. കേരളത്തിന് അതുപോലെ ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് നടത്തി നമ്മുടെ ഡെസ്റ്റിനേഷനുകളൊക്കെ കുറേ കൂടെ പ്രോപ്പറാക്കി കൊണ്ടുവന്ന്
ചെയ്യാമെങ്കിൽ കേരളത്തിന് ഒരു 2 ലക്ഷം കോടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 6 ലക്ഷം കോടി കവർ ചെയ്യുന്നതിനുള്ള ആ നഷ്ടം കവർ ചെയ്യുന്നതിന് കേരള ടൂറിസത്തിന് തന്നെ കഴിയും. പക്ഷേ നമ്മുടെ ഈ ഡെസ്റ്റിനേഷനുകൾ ഇങ്ങനെ പറ്റില്ല. ഡെസ്റ്റിനേഷനുകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ സർക്കാർ നോക്കിയാൽ പോരാ, സർക്കാരിന് പരിരക്ഷിക്കാൻ കഴിയില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് പോലെ ഇതിലൊക്കെ ഓരോ ഡെസ്റ്റിനേഷനിലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിൽ നിന്നുള്ള ഈൽഡ് അവർക്കെടുക്കാൻ പറ്റുകയും കുറച്ച് ഗവൺമെൻറ്റിന് കിട്ടുകയും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും ചെയ്താൽ കേരളത്തിൽ ഭയങ്കര മണി ഫ്ലോ ഉണ്ടാവും. ആ മണി ഫ്ലോയുടെ ഫലമായിട്ട് കേരളത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് വരുത്തി തീർക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരു കോമ്പിനേഷനാണ്, കൂട്ടുകെട്ടാണ് തരൂർ രാജീവ് ചന്ദ്രശേഖർ കൂട്ടുകെട്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു പകുതി സ്വപ്നമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണം. നടക്കില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനൊക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ്. സാധ്യതകൾ വളരെ കൂടുതലാണ്. കേരളം അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടികൾ മാറാൻ ചാൻസ് ഉണ്ടല്ലോ. കേരളം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മൂഡിലാണ് നിൽക്കുന്നത്. കാരണം കേരളത്തിൽ ഒത്തിരി പേർ നിരാശരാണ്, യുവാക്കൾ നിരാശരാണ്, അതുപോലെ തന്നെ കർഷകർ നിരാശരാണ്, ഇടത്തരക്കാർ നിരാശരാണ്, വിദേശത്ത് നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും വളരെ നിരാശരാണ്. കാരണം എനിക്കിനി ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരിക്കാം എന്ന്. കാരണം എല്ലാവർക്കും നാട്ടിൽ വരാൻ ഒരു മോഹമുണ്ടല്ലോ. ആ മോഹം പോലും പലരും ഉപേക്ഷിച്ച് വിദേശത്തിരിക്കാമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലൊരു പുരോഗതി ഉണ്ടാകുന്നില്ല, പ്രത്യാശയുടെ ഒരു കിരണമില്ല. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ, കൊലപാതകം, കഞ്ചാവ്, ഈ മയക്കുമരുന്ന് എല്ലാം ഇവിടെ കൂടുന്നത്. മനുഷ്യന് പ്രത്യാശയുണ്ടോ അവിടെ മാത്രമേ നമുക്കൊരു ഉന്മേഷം വരുള്ളൂ. ആ ഉന്മേഷം ഉണ്ടാക്കാൻ ഒരു പുതിയ കോമ്പിനേഷൻ, ഒരു പുതിയ കൂട്ടുകെട്ട് കേരളത്തിന് അത്യാവശ്യമാണ്. അത് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ തരൂർ രാജീവ് ചന്ദ്രശേഖർ കൂട്ടുകെട്ടായി വന്നാൽ ഒരു പക്ഷേ അത് ചിലപ്പോൾ ഒരു മാറ്റത്തിന് ഉള്ളൊരു കാറ്റായേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് ഈ ഒരു ചോദ്യം കൂടെ നമുക്ക് ഈ പറയാനുണ്ട്. അതായത് തരൂർ പോകാതിരിക്കാൻ, അതായത് കോൺഗ്രസിന് എന്തായാലും വിട്ടുകഴിഞ്ഞാൽ തരൂർ നഷ്ടമായി കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച്, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നഷ്ടമായിരിക്കും. മാത്രമല്ല നേതാക്കൾക്കത് ഒരുപക്ഷെ അവർക്ക് അസൂയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പോയാലും കുഴപ്പമില്ലെന്ന് പറയുമെങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ച് നഷ്ടമായിരിക്കും. തരൂർ കോൺഗ്രസ് വിടാതിരിക്കാനും എങ്ങനെയും തരൂരിനെ സ്വന്തമാക്കാനും ശ്രമിക്കുന്ന BJP, ഇവർ തമ്മിലുള്ളൊരു അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? പോകാതിരിക്കാൻ തരൂർ, അതുപോലെ BJP എങ്ങനെയും തിരിച്ച് തരൂരിനെ സ്വന്തമാക്കണമെന്ന്. കോൺഗ്രസ് തരൂരിനെ കളയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കളയുമോ എന്നുള്ളതേ സംശയമുള്ളൂ. കാരണം ഇപ്പോൾ അവരുടെ 99 സീറ്റിൽ ഒന്നുകൂടെ കുറച്ച് 98 ആക്കാനും, അല്ലെങ്കിൽ 100 ഇപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്ന 100-ൽ നിന്ന് 99 താഴോട്ട് പോകാനും ഒക്കെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വിധത്തിൽ ഇങ്ങനെ മെരുക്കി നിർത്തിക്കൊണ്ട് പോകാൻ കോൺഗ്രസ് ശ്രമിക്കാനാണ് ചാൻസ്. അത് ആ ചങ്ങല പൊട്ടിച്ച് തരൂരിന് വീണ്ടും വിമിഷ്ടമായി നിന്നാൽ, ഈ ചട്ടക്കൂടെന്ന് പറഞ്ഞാണല്ലോ ഇവർ പറയുന്നത്, ഈ ചട്ടക്കൂടെന്ന് പറയുന്നത് ഒരു പട്ടിക്കൂടായിട്ട് ശശി തരൂരിന് തോന്നിയാൽ ശശി തരൂർ ചാടും. ശശി തരൂർ ഒരു ചെറിയ, ഇപ്പോൾ അവരെ സിംഹമാക്കിയില്ലെങ്കിൽ ഒരു പുലിക്കൂടെങ്കിലും ശശി തരൂരിന് ഒരുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ശശി തരൂരിനെ ഇപ്പോൾ ഒരാളിന് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും എവിടെ പ്രവർത്തിക്കും, നമ്മളൊരു ഓഫീസിൽ പ്രവർത്തിക്കുന്നതും നമ്മളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതും എല്ലാം എന്തിനാണ്? നമ്മുടെ വ്യക്തിപരമായ ഒരു കഴിവും കൂടെ ഉയർത്താനല്ലേ. അതിനുള്ള സ്കോപ്പ് തരാതെ നമ്മളെ ഇടിച്ചിടിച്ച് ഇങ്ങനെ ചെറുതായിക്കൊണ്ട് പോയാൽ ആ ആൾ അവിടുന്ന് ചാടിപ്പോവും. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എത്ര പേര് ചാടിപ്പോയി? മമതാ ബാനർജി മുതൽ നമ്മളിൽ നിന്ന് കാണുന്ന പ്രതിപക്ഷത്തെ കടാകടിയന്മാരെല്ലാം എവിടുന്ന് പോയതാണ്? കോൺഗ്രസിൽ നിന്ന് പോയവരാണ്. എല്ലാ പാർട്ടികളിലെയും പ്രമുഖന്മാർ കോൺഗ്രസിൽ നിന്ന് പോയവരാണ്. പല മക്കളും കോൺഗ്രസിലെ പ്രമുഖ മക്കളും ചാടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് വരുന്നു? കോൺഗ്രസിനകത്ത് എപ്പോഴും ഈ ചട്ടക്കൂടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കൂടുണ്ടാക്കുകയാണ്. അപ്പോൾ ആ കൂട്ടിൽ അത് അവിടുത്തെ പ്രമുഖ നേതാവിനേക്കാൾ താഴെയായിരിക്കും ഈ കൂട്. പ്രമുഖ നേതാവിന് 4 അടി ഉണ്ടെങ്കിൽ അവർ 4 അടിയുള്ളൊരു കൂടുണ്ടാക്കും. എന്നിട്ട് 6 അടിയുള്ള ശശി തരൂരിനെയും 5 അടിയുള്ള മനീഷ് തിവാരിയും ഒക്കെ അതിനകത്ത് തള്ളി കയറ്റാൻ നോക്കുമ്പോൾ അവർ കയറില്ല, അവർ പുറത്തോട്ട് വരും. അങ്ങനെയാണ് G23 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. കപിൽ സിബിൽ അടക്കമുള്ളവർ അവിടെ ചാടിപ്പോയത് അതുകൊണ്ടാണ്. അവർക്കൊരു ഭാവിയില്ലെന്ന് അവർക്ക് തോന്നി. പൃഥ്വിരാജ് ചൗഹാൻ അങ്ങനെയാണ് പോയത്, വീരപ്പ മൊയ്ലി എങ്ങനെയാണ് പോയത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ മൂപ്പനാർ, കുറച്ചുകൂടെ മുമ്പാണെങ്കിലും അദ്ദേഹം പോയത് ഒക്കെ അതുപോലെയാണ്. ഓരോരോ നേതാക്കൾ. അതുപോലെ തന്നെ ആന്ധ്രയിൽ എന്തുകൊണ്ട് ജഗൻമോഹൻ മാറി? ജഗൻമോഹൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നേനെ. അയാളെ ജയിലിലിടുകയും ഒതുക്കുകയും എല്ലാം ചെയ്തപ്പം തീർച്ചയായിട്ടും
അയാൾ തിരിച്ചടിച്ച് സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി വന്ന് മുന്നോട്ട് വന്നു. ഇങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർ ഉണ്ടാക്കുന്ന ചട്ടക്കൂട് അവരുടെ നേതാവിനേക്കാൾ ഒരടി താഴെയായിരിക്കും. അതിനകത്ത് കയറുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിൽക്കാനൊക്കുള്ളൂ. അന്നേരം ശശി തരൂർ എല്ലാം സഹിച്ച് കോൺഗ്രസിൽ നിൽക്കുമോ അതോ ചിറക് വിടർത്തി BJP യിലേക്ക് പറക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.